ഹലോ എവ്രി വൺ. ഇന്നത്തെ റെസിപ്പിയിൽ നമുക്ക് എങ്ങനെ മട്ടൻ പുലാവ് ഉണ്ടാക്കാം എന്നുള്ളതൊന്ന് നോക്കാം. ഈ റെസിപ്പി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു പാകിസ്ഥാനി ഫ്രണ്ട് പറഞ്ഞു തന്നതാണ്. പിന്നെ അവർ പറഞ്ഞതിൽ നിന്നും കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ ഇച്ചിരി അധികം ജിഞ്ചർ ഗാർലിക്കൊക്കെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഫസ്റ്റ് 1 കിലോ മട്ടനാണ് എടുത്തേക്കുന്നത്. മട്ടൻ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഫുള്ള് ബോൺലെസ് ആയിട്ട് വാങ്ങിക്കാതെ കുറച്ച് ബോൺ ഇന്നായിട്ടുള്ള പീസസ് എടുത്തു കഴിഞ്ഞാൽ അതിലായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക മീറ്റിന്. അപ്പോൾ ഫസ്റ്റ് മട്ടൻ വേവിക്കണം. അപ്പോൾ മട്ടനിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ജിഞ്ചർ ഗാർലിക്കും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് പ്രഷർ കുക്കറിൽ വേവിക്കുക. അപ്പോൾ ഒരു 2 വിസിലൊക്കെ കേൾക്കുന്നവരെ മതിയാവും. പിന്നെ നിങ്ങൾക്ക് വെന്തിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ ഒന്നും കൂടെ കുറച്ച് നേരം കൂടി ഇടുക. ഒരുപാട് വെന്ത് പോകരുത്, കാരണം പിന്നെ അത് റൈസിൻ്റെ കൂടെ കിടക്കുമ്പോൾ ചിലപ്പോൾ അത് പിന്നെ ഭയങ്കര കലങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. മട്ടൻ വെന്ത് വരാറാകുമ്പോഴേക്കും ഒരു ബിരിയാണി പോട്ടിൽ, അത് നോൺ സ്റ്റിക്കോ അലൂമിനിയോ നിങ്ങളുടെ അടുത്ത് എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചിട്ട് സവാള വഴറ്റുക. ഓയിൽ അധികം താല്പര്യം ഇല്ലെങ്കിൽ അധികം ഓയിലൊന്നും ഒഴിക്കണ്ട. നിങ്ങൾക്ക് വളരെ കുറച്ച് ഓയിലിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും. അത്യാവശ്യം സവാള വഴറ്റാൻ പാകത്തിനുള്ള ഓയിൽ ഒഴിച്ച് സവാള വഴറ്റുക. സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് സവാള വഴറ്റുക. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഹോൾ സ്പൈസസ് അതിനകത്ത് ഇട്ടു. ജീരകം, കറുകപ്പട്ട, പിന്നെ ഗ്രാമ്പു, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. എല്ലാ ഹോൾ സ്പൈസസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെല്ലാം ഞാൻ കൊടുക്കാം. ഇനി അതെല്ലാം വഴണ്ടി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോഴേക്കും അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളിയാണ് ഇടുന്നത്. തക്കാളി ഞാൻ അരിഞ്ഞ് വെക്കുന്നത് അതിൻ്റെ തൊലി കളഞ്ഞ് കഴിഞ്ഞിട്ടാണ്. അപ്പം നന്നായിട്ടത് മെൽറ്റ് ചെയ്ത് അതിൽ പിടിച്ചോളും. അതുപോലെ ആ ലാസ്റ്റ് ആ തക്കാളിയുടെ തൊലിയൊന്നും ഇങ്ങനെ നമ്മുടെ റൈസിൽ അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സ്കിന്ന് കളഞ്ഞിട്ട് ഇടുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇത് വഴഞ്ഞ് കുറച്ച് ടൈം എടുക്കും. ആ ടൈമിൽ ഞാൻ അരി എടുത്ത് കുതിർത്താനിട്ടു. അരി ഞാൻ എടുത്തേക്കുന്നത് ബസ്മതി റൈസാണ്. ഏതെങ്കിലും ലോങ് ഗ്രെയിൻ ബസ്മതി റൈസ് യൂസ് ചെയ്യണമായിരിക്കും നല്ലത്. ഇപ്പോൾ തക്കാളിയും സവാളയൊക്കെ ഓൾമോസ്റ്റ് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച മട്ടൻ ആ ഫുള്ള് മട്ടൻ്റെ ആ വെള്ളത്തോടു കൂടി ഇടുക. അപ്പോൾ ആ വെള്ളത്തിലാണല്ലോ ഫുൾ ഫ്ലേവറും. നമ്മൾ ജിഞ്ചർ ഗാർലിക് ഇട്ടതാണ്, പിന്നെ മട്ടൻ്റെ എല്ലൊക്കെ ഉള്ളതാണ്. അപ്പോൾ മട്ടൻ്റെ നല്ല ഫ്ലേവർ അതിനകത്തോട്ട് ഇറങ്ങണം, എന്നാലേ പുലാവിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എനിക്ക് പാകിസ്ഥാനി ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഷാനിൻ്റെ അച്ചാറി ഗോഷ്ട് മസാല വാങ്ങിച്ചു. എന്നിട്ട് അതൊരു 1/4 കപ്പ് തൈരിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ അതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, കാരണം ഷാൻ മസാലയും അച്ചാറി ഗോഷ്ട് മസാലയൊന്നും ചിലപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കില്ല. ഇവിടെ കിട്ടും. അതിൻ്റെ എല്ലാ മസാലയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും യോഗോട്ടും കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ മസാലയിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് മട്ടൻ്റെ വെള്ളമുണ്ട്, അപ്പോൾ വേറെ എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നന്നായിട്ടൊന്ന് പറ്റുന്നവരെ ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കാം, നന്നായിട്ട് ജസ്റ്റ് മീറ്റിൽ പിടിച്ചു വരാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് നമുക്ക് ആവശ്യമുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ എടുത്ത റൈസിന് ശരിക്കും നമ്മൾ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം വെക്കണം, ആ സെയിം അളവിൽ. പക്ഷേ ഇതിനകത്ത് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ കുറച്ച് മീറ്റിൻ്റെ കുറച്ച് ഗ്രേവി ഉണ്ട്. അപ്പോൾ പിന്നെ ഡബിൾ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കൂടിപ്പോകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 ഗ്ലാസ് അരി എടുത്തതിന് ഞാൻ 4 ഗ്ലാസ് വെള്ളമേ വെച്ചുള്ളൂ. കാരണം വെള്ളമൊക്കെ ഫുൾ പറ്റി കഴിഞ്ഞാലും ജസ്റ്റ് സ്റ്റീം കുക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ടെങ്കിലും റൈസ് നല്ല നീണ്ട് വെന്ത് വരും. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ പുലാവിന് കുറച്ചൊരു ഫ്ലേവർ വരാനായിട്ട് വിനീഗറിൽ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഒരു 2 പച്ചമുളക് റൈസ് ഇടുന്നതിന് മുമ്പായിട്ട്. നമ്മൾ ഷവർമയുടെ ഒക്കെ കൂടെ കിട്ടുന്ന പിക്കിളില്ലേ, പച്ചമുളക് ഇങ്ങനെ വിനീഗറിലിട്ടിട്ട്. അപ്പോൾ അത് ഞാൻ സ്ഥിരമായിട്ടൊന്നും ഉണ്ടാക്കി വെക്കാറില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 സ്പൂൺ വിനീഗർ എടുത്തിട്ട് 2 ചില്ലിയും കൂടി ഇട്ട് ഒരു 30 സെക്കൻഡ്സ് മൈക്രോവേവ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് അത് നല്ല വിനീഗറിൻ്റെ ഫ്ലേവറൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ റൈസിനൊരു കുറച്ചിട്ടും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അടുത്തത് നേരത്തെ കുതിർത്ത് വെച്ച റൈസ് വെള്ളമൊക്കെ പോയി കഴിഞ്ഞിട്ട് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ റൈസും ഈ ഗ്രേവിയും കൂടെ കിടന്ന് തിളയ്ക്കുമ്പോൾ ആ മീറ്റിൻ്റെ ഫ്ലേവർ ശരിക്കും റൈസിൽ പിടിക്കും. അതാണ് പുലാവിൻ്റെ സ്പെഷ്യാലിറ്റി. ബിരിയാണി മസാലയും ചോറും കൂടി വെച്ച് ദമ്മ് വരുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ പിടിക്കുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളി നമ്മുടെ മീറ്റിൽ വെച്ച് കുക്ക്ഡ് ആവുന്ന റൈസാണ്. വെള്ളമൊക്കെ പറ്റിക്കഴിയുമ്പോൾ അത് തുറന്നിട്ട് കുറച്ച് കിസ്മിസും പിന്നെ നിങ്ങൾക്ക് കാഷ്യൂ ഇഷ്ടമാണെങ്കിൽ കാഷ്യൂ ഒക്കെ നമ്മുടെ നെയ്യിൽ വറുത്തിട്ട് അതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക. പിന്നെ പുലാവിൻ്റെ ഫ്ലേവർ കൂട്ടാൻ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട്. അത് നമ്മൾ കാഷ്യൂം കിസ്മിസും ഒക്കെ വറക്കുന്ന ടൈമിൽ കുറച്ച് ഷുഗറും കൂടെ അതിൻ്റെ ഉള്ളിലിട്ട് കാരമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഫ്ലേവർ കിട്ടും. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഇനി
വെള്ളമൊക്കെ പറ്റി. അപ്പോൾ സ്റ്റീമിൽ ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫോയിൽ പേപ്പർ ഇട്ട് അത് പോട്ടൊന്ന് മൂടി വെക്കുവാണ്. അപ്പോൾ ഫോയിൽ പേപ്പർ ഇട്ട് കഴിയുമ്പോൾ ആ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല റൈസൊക്കെ നല്ല വിട്ട് ഡ്രൈ ആയിട്ട് വരും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും പുലാവ് സെർവ് ചെയ്യാൻ റെഡിയാവും. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. ഒരു സിംഗിൾ പോട്ടിൽ ചോറും പിന്നെ മസാലയും ഒക്കെ ആവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബിരിയാണിയേക്കാളൊക്കെ ഭയങ്കര സിമ്പിളാണ്. കാരണം സവാള കുറച്ച് മതി, പിന്നെ ഒരു ഒറ്റ പാത്രത്തിലെല്ലാം കൂടി ഇട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ റിവ്യൂസൊക്കെ കമൻറ്റ് സെക്ഷനിൽ ഇടണം. ഓക്കെ, ടേക്ക് കെയർ, ബൈ.